ഞാനൊരു വേടൻ, ഐ ആം എ വേടൻ വേടൻ. ഞാനൊരു വേടൻ, ഐ ആം എ വേടൻ. കമാൺ ഹരിക്കാം ഞാൻ. ഇവിടെ വരും, ഒന്നില്ലല്ലോ, നോക്കിട്ട് വരാം. ഏതവനാടാ ഈ നേരത്ത്? അയ്യോ വിഷ്ണു, എൻ്റെ അമ്മോ പണിപാളി. എന്താളിയാ? നല്ല പണിയാടാ കോപ്പെ കാണിച്ച. കല്യാണം നീ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയല്ലേ അളിയാ? എടാ അത് 10 പേരുള്ളായിരുന്നടാ. ഇവിടുന്നും 10 പേര്, അവിടുന്നും 10 പേര്. കണ്ടെയ്ൻമെന്റ് സോണായി പോയി കളിയാ. ആരെയും വിളിക്കാൻ പറ്റിയില്ല. നിന്റെ തന്തപ്പടി ഹാപ്പിയായി കാണുമല്ലോ. താലിമാലയുടെയും സാരുടെയും കാശയാവടാ. എന്നാലും എൻ്റെ പൊന്നടാവേ, നീ ഇത്രയും പെമ്പിള്ളാരെ പ്രേമിച്ചു മുമ്പിച്ചിട്ട് നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ ഇത്ര പെട്ടെന്ന് കെട്ടാനായിട്ട്? അതൊക്കെ ഒരു കാലം കളിയാ. ലാലേട്ടൻ പണ്ട് പറഞ്ഞ പോലെ തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഈ നിരഞ്ജന നിനക്കൊരു ട്രോഫി ആകുമെന്നാ ഞാൻ കരുതിയത്. ആടാ, അവളിച്ചൊരു മുറ്റായിരുന്നു. എൻ്റെ അമ്മോ, ഓർക്കാൻ കൂടി വയ്യത്. സത്യത്തിൽ ഈ കല്യാണത്തിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അമ്മ ഒരു ഫോട്ടോ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് നിനക്ക് നന്നായി ചേരും, നല്ല കുട്ടിയാണ്. ഞാൻ നോക്കിയപ്പോൾ നല്ല ബൂത്ത കാശും ഒരു ചരക്കും. പിന്നെ ഒന്നും നോക്കിയില്ലളിയാ, അങ്ങ് കൈ കൊടുത്തു. പിന്നെ എന്തൊക്കെയായി കാര്യങ്ങളൊക്കെ? ദേടാ, ഞാൻ ജേഴ്സിയൊക്കെ ഇട്ടിരിക്കുക. അപ്പോഴാണ് നീ വിളിച്ചത്. അപ്പൊ എന്റെ പൊന്നളിയാ, മാച്ചായിട്ട് വാ. ഞാൻ ഇന്നൊരു കപ്പടിക്കും മോനെ. എന്നാ ഞാൻ ഗോതയിലേക്ക് ഇറങ്ങുവാടാ. ജയിച്ചു വാ, ജയിച്ചു വാ. ഓക്കെടാ. ഇതുകൊണ്ട് ഞാൻ കലക്കും. വന്നോ? അങ്ങോട്ട് വനായിരിക്കുമായിരുന്നു. ഇരുന്നോ? കാണാത്ത എന്താണെന്ന് വിചാരിച്ചു. പാലോ? ഞാൻ വിചാരിച്ചു സിനിമ മാത്രമേ ഉള്ളെന്ന്. അപ്പൊ ജീവിതത്തിലുണ്ടല്ലേ? കഥകൊക്കെ അടയ്ക്കുന്നു എൻ്റെ മോനെ. ഹായ്, നല്ല പണം. സാധാരണ കല്യാണ വീടുകളിൽ ഭയങ്കര തിരക്കും ബഹളമൊക്കെ. നമുക്ക് റൂമിലിരുന്ന് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല. പക്ഷേ കൊറോണ വന്ന കാരണം നമ്മുടെ കാര്യത്തിൽ ഭാഗ്യമുണ്ട്. തെന്നല് ചിരിക്കുന്നില്ലേ? ചിരിക്കില്ല. അതെ മോളു, സമയം ഒരുപാടായില്ലേ? നമുക്ക് കിടക്കണ്ടേ? ലൈറ്റൊക്കെ ഓഫ് ചെയ്യാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വേഗം പറ മോളെ, സമയം ഒരുപാടായില്ലേ? നമുക്ക് കിടക്കണ്ടേ? ഞാനൊരു ലെസ്ബിയൻ ആണ്. എന്നാണോ? മനസ്സിലായില്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞ സ്വവർഗ അനുരാഗി. കല്യാണത്തിന് മുമ്പ് ഒരു വാക്കെന്നോട് പറഞ്ഞുകൂടായിരുന്നു? എനിക്കപ്പോ പറയാൻ തോന്നിയില്ല. മാത്രമല്ല, നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ എനിക്കൊരു ഭർത്താവിനെ ആവശ്യമായിരുന്നു. ഇന്ന് കൊല്ലുപടി കാറച്ച് ചേരുമേ. അയ്യോ എൻ്റെ അമ്മേ, സണ്ണിനിയോ? അയ്യോ, ലെസ്ബിയനോ ലെബനീസോ എന്ത് വേണമെങ്കിലും വായിക്കൂ. എന്നാലും നമ്മുടെ ആദ്യ രാത്രിയല്ലേ, ഇച്ചിരി കൂടെ ഒന്ന് നീ കിടന്നിരുന്നെങ്കിൽ. അയ്യോ, നേരെ എത്രയായി? ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? വിശപ്പും ദാഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മോനെ, വരുന്നില്ലേ? അവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞാൽ ഇവനൊന്നും നന്നാകത്തില്ലെന്ന് വെച്ചാ ഇന്ന് ഞാൻ അവനെ. നീയേ ഒരു ചായ എടുത്തു, ഞാൻ നോക്കിയിട്ട് വരട്ടെ.
ഈശ്വര, ഇന്നലെ കണ്ടത് സ്വപ്നമായിരിക്കണേ. ഇവൻ ഇതുവരെ കഴിഞ്ഞില്ല. പിള്ളേരുടെ ഒരു കാര്യം. നീ കുണ്ടത്തി മാത്രമല്ലടി, മർമാണിയും കൂടെ. എന്റെ ഉണ്ണിക്കണ്ണ, ഞാൻ നിന്റെ ചേട്ടനല്ലേടി. ഏത് ചേട്ടനാണെങ്കിലും എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ശരീരത്തെ തൊട്ടാ ഞാൻ ഇടിക്കും, നല്ല ഇടിയിടിക്കും. സത്യം പറയടി, നീ മറ്റേ ടീമല്ലേ? ദേ, അനാവശ്യം പറയല്. നിനക്ക് കാണിക്കാം, എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? എന്ത് കാണിച്ചെന്ന്? ഒന്നും കാണിക്കുന്നില്ല, സഹകരിക്കുന്നില്ല, അതാ എന്റെ പ്രശ്നം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ എനിക്കൊരു ഭർത്താവ് വേണമെന്ന്. അത്രേ ഉള്ളൂ ഞാൻ തനിക്ക് തരുന്ന വില, മനസ്സിലായല്ലോ? ലച്ചുവേ, കിളിക്ക് കൊടുക്കാൻ ഒരു പഴം എടുത്തോണ്ട് വന്നേ. നാശം, ഈ അണ്ണൻ അങ്ങ് എടുത്ത് കൊടുത്താൽ എന്താ? ഇന്ന ലച്ചുകുട്ടി, അതെന്തു പണിയാമ്മേ? നിങ്ങളോടെ ഇരിക്കേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. വേണ്ട മോളെ, ഞാനും ലച്ചും പിന്നിരുന്നോളാം. ഞാനെ പല്ലുപോലും തേച്ചിട്ടില്ല. ഓ പിന്നെ, ഒരു ദിവസം പല്ല് വെക്കാതെ ആഹാരം കഴിച്ചു എന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. അവിടെ ഇരിക്കേ. രാവിലെ എഴുന്നേറ്റിട്ട് ഇത്രയും നേരം ആയില്ലേ? ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ? കഴിക്കും മോളെ, കഴിക്കേ. ചുമ്മാതല്ല നീ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. നന്നായിട്ട് ആഹാരം കഴിക്കേ. ആ തടിയൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. ഇനി നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കഴിക്കടി. എന്തെറിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്? തന്തയാണത്ര തന്ത. എന്റെ അമ്മയും പെങ്ങളും. മോളെ, എടി ഇങ്ങോട്ട്. മോളെ ഇത് കണ്ടോടി. കമത്തിയടി. മോളെ പിടിക്ക്. ഇരിക്ക്. ഒന്ന് പോവാച്ച അവിടുന്ന്. ഇവന് തന്നെ അടി. ഒരുമാതിരി പോകടത്തിനും കാണിക്കില്ലേ? ഞാൻ എന്ത് ചെയ്തു? നിന്റെ തൂക്കേട് എനിക്ക് മനസ്സിലായടി. എന്തു സൂക്കേട്? നിന്റെ മറ്റേ പരിപാടി ലച്ചുന്ന് കാണിച്ച കാലേ വരിക നിർത്തിരിക്കും. പള്ളി പോയി പറഞ്ഞാ മതി. അടിക്കാനും പിടിക്കാനും ഇങ്ങോട്ട് വാ. പിന്നെ ലച്ചു എനിക്കും എന്റെ സ്വന്തം അനിയത്തിയെ പോലെ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ. അയ്യേ, ഇതെന്ത് വൃത്തിയിട്ട മനുഷ്യനാ. അയ്യേ, ഇപ്പൊ ഞാനാണോ കുത്തി കാണിച്ചത്? അവളാണോ? ചുമ്മാ
എന്ത് പറ്റി കിടക്കുന്നേ? എന്താ എനിക്ക് കിടന്നൂടെ? അല്ല, എന്തിനു ക്ഷീണം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. നല്ല തലവേദന, ഛർദ്ദിക്കാനും വരുന്നു. ഗർഭമാണെന്ന് തോന്നുന്നു. നിനക്ക് എന്നോട് എന്താ ഇത്ര വെറുപ്പ്? എനിക്ക് ആരോടും വെറുപ്പൊന്നുമില്ല. കൂടുതലൊന്നും എന്നെ നിന്ന് പ്രതീക്ഷിക്കണ്ട, അത്രേ ഉള്ളൂ. എനിക്കറിയല്ല, എന്നാലും ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുക. നിനക്കെന്നെ വെറുതെയെങ്കിലും ഒന്ന് സ്നേഹിച്ചൂടെ? എൻ്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്നതിൻ്റെ പകുതിയെങ്കിലും. കാരണം ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. പ്ലീസ്. എൻ്റെ വിജയേട്ടാ, നിങ്ങൾ എത്രയൊക്കെ സെൻറ്റി അടിച്ചാലും എൻ്റെ മൈൻഡൊന്നും മാറാൻ പോകുന്നില്ല. കാരണം അതൊന്നും അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഡീ, എനിക്കറിയാം നിന്റെ ആഗ്രഹങ്ങളും വികാരങ്ങളും അങ്ങനാണെങ്കിൽ അതാണ് നിനക്ക് സന്തോഷമെങ്കിൽ അതിനൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷേ അതിനിടയിലും ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഭാര്യയായി എന്നോട് ജീവിച്ചുകൂടെ? കാരണം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു താലി കിട്ടിയെന്ന് കരുതി എല്ലാം ആവില്ല. മറ്റുള്ളവരുടെ മനസ്സൂടി അറിയാൻ ശ്രമിക്കണം. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, അല്ലേ പോ. വേണ്ട. അളിയ എവിടെടാ? എടാ ഇവിടെ ജട്ടിയിലുണ്ട്. എടാ ഞാനിപ്പോൾ വരാം. എന്താടാ? ഞാൻ വന്നിട്ട് പറയാടാ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ശോകമായിപ്പോയില്ലോടാ. ഡാ, നിനക്കറിയാവോ, ഒരാഴ്ചയാടാ ഞാൻ നേരെ ജോലി ഉറങ്ങിയിട്ട്. എൻ്റെ ഭാവി ഓർത്ത് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞങ്ങൾ ഒന്നിച്ചു പോകുന്നു തോന്നുന്നില്ല. നീ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് എനിക്കും അങ്ങനെയാടാ തോന്നുന്നത്. കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന ഈ ഒരു ചതി എനിക്ക് കിട്ടും. അതിനുവേണ്ടി ഞാൻ എന്തു അടച്ചു. നീ അങ്ങനെ പറയരുത്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നീ പെൺപിള്ളേർക്ക് കുറേ കപ്പും ട്രോഫിയൊക്കെ കൊടുത്തിട്ടുള്ളതല്ലേ? ചിലപ്പോൾ അതിൻ്റെയൊക്കെ ശാപം ഒരു കളിയാ. ആര് തേച്ചെന്ന്? ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ആത്മാർത്ഥമായിട്ട്. പക്ഷെ അവരാ എന്നെ തേച്ചത്. നിന്നോടൊക്കെ പറയുമ്പം നീയൊക്കെ കളിയാക്കും. അതാ ഞാൻ അങ്ങനെ സംസാരിച്ചത്. അപ്പം അത് ശരി. അപ്പം അവിടം തൊട്ടേ നിന്റെ ജീവിതം മൊത്തത്തിൽ ആമ്പലും വെള്ളവും ആയി. എനിക്ക് ഡിവോഴ്സ് വന്നതാ. നീ നല്ലതുപോലെ ആലോചിച്ചിട്ടൊക്കെ ആണടാ ഈ പറയുന്നത്. ഞാൻ ഒന്നല്ലടാ 10 വട്ടം ആലോചിച്ചു. എടാ അങ്ങനെയാണെങ്കിൽ അമ്പലപ്പുഴ ഒരു വക്കീലുണ്ട്. നമുക്കിപ്പം തന്നെ പോയി നോക്കിയാലോ? പോയേക്കാം. ആ പിന്നെ ഇല്ല ഇല്ല ഇല്ല. ആ നീ പറ, പിന്നെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ആ ഇവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ എന്നാടി കാണുന്നേ? ആ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു കാര്യം. ആ പൊടി, നമ്മൾ എന്നാ കാണുന്നേ? എന്നെ കളിപ്പിക്കരുത്. ആ എന്നത്തെ പോലെ. ആ ആ കാര്യം ഞാൻ ഏറ്റു. ആ ഇനി പോടി അവിടെ നിന്ന്. എൻ്റെ ഒരു കാര്യം വേറൊന്നുമില്ല. ആ ഓക്കെ ഓക്കെ. ആ ഞാൻ പറഞ്ഞ പോലെ. ആ എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ഇതെന്താ ഇതെവിടെ പോകുന്നു? അച്ഛനും അമ്മയും ലച്ചുവല്ലേ കല്യാണത്തിന് പോകുന്നുള്ളൂ. ഒരാഴ്ചത്തേക്ക് ഞാൻ ടൂർ പോവാ. എവിടെ? നീ എന്തിനാ അറിയുന്നേ? അത് ശരി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ പറ്റുമെങ്കിൽ ഈ ഡൈവോഴ്സ് നോട്ടീസ് ഒന്ന് ഒപ്പിട്ട് വെച്ചേക്കാം. പറ്റുമെങ്കിലല്ല, ഒപ്പിടണം. അതെന്താ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം? എൻ്റെ ജീവിതം വല്ലവർക്കും വേണ്ടി അഭിനയിച്ചെടുക്കാനുള്ളതല്ല. ഞാൻ ശരിക്കും മടുത്തു. എന്നെ വെറുതെ വിട് പ്ലീസ്.
ഇപ്പൊ ഒറ്റയ്ക്ക് ടൂറിന് പോകണ്ട, ഞാനും വരുന്നു. വണ്ടി എടുക്ക്. ഇങ്ങോട്ട് മാറി. അതെ, വണ്ടി ഒന്ന് നിർത്തിക്കാൻ. നിർത്താൻ ഒന്ന് ഇറങ്ങിക്കേ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. കല്യാണത്തിന് മുന്നേ എത്ര പേര് തേച്ചിട്ടുണ്ട്? തേച്ചെന്നു? ആര് തേച്ചെന്നു? നിങ്ങൾ സ്നേഹം നൽകി പറ്റിച്ച ആ പാവം പെൺകുട്ടികൾ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ആരെയും തേച്ചിട്ടില്ല. സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. ഇപ്പോഴും സ്നേഹിക്കുന്നു. നിന്നെ മാത്രം. നീ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. തന്നെ മാത്രമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ സ്നേഹിച്ചത്. നീ മരണം വരെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു. സ്നേഹിച്ച് എല്ലാവരും തേച്ചിട്ട് പോകുമ്പോൾ എല്ലാവരും കളിയാക്കി തുടങ്ങി. കൂട്ടുകാരുടെ മുമ്പിൽ കോമാളിയാകാതിരിക്കാൻ വേണ്ടി ഞാൻ തേച്ചാന്ന് സ്വയം വരുത്തി തീർത്തു. അപ്പം ഞാൻ കേട്ട നിങ്ങളുടെ തേപ്പ് കഥകളെല്ലാം കള്ളമായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വന്നില്ലേ? സാരമില്ല, എല്ലാവരെയും പോലെ നീയും പോയെന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചോളാം. എന്നാലിപ്പോൾ പോണില്ലെങ്കിലോ? ഞെട്ടണ്ട, കാര്യമായിട്ട് പറഞ്ഞതാ. വണ്ടിയിൽ എങ്ങനെ, ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടോ? ഉണ്ട്. എന്നാ വാ. ഞാൻ ലെസ്ബിയനാണെന്ന് പറഞ്ഞത് ചേട്ടൻ വിശ്വസിച്ചോ? വിശ്വസിച്ചു. ഞാൻ ചേട്ടനെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആ പെൺപിള്ളാരുടെ ശാപം ചേട്ടൻ ഏൽക്കരുതെന്നോർത്ത് പറഞ്ഞതാ. സോറി ഏട്ടാ.